ஆண்டவர் நாமமே பொறுமாറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്തൃ ദിവസം കൂടെ നൽകിയിരിക്കുന്നത്. നൽകിയിരിക്കുന്ന ദിവസത്തിൽ തിരുമേനിയെ സ്തുതിപ്പാൻ, തിരുമേനിയെ മഹത്വപ്പെടുത്തുവാൻ തിരുമേനിയെ നമുക്ക് ഇടയാക്കാം. ഇന്ന് നമ്മൾ എപ്പിസോഡ് 145 താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് 145 എപ്പിസോഡ് 145. ഇത് നമ്മൾ ബൈബിൾ സ്റ്റഡിയാണ്. ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വചനത്തിൻ്റെ ഇൻഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ നമുക്ക് ഇടയാവും. നമുക്ക് ഫിലിപ്പിയ ലേഖനം 4:13 താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമുക്ക് പിന്നോട്ട് നമുക്ക് പോയി നമുക്കൊന്ന് വാസിച്ചിടാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്നെ പഠിച്ചാച്ചേ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. നമ്മൾ 11-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ചത്, ബുദ്ധിമുട്ടും നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 11-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ പ്രയാസം കൊണ്ടല്ല നിങ്ങളോട് சொல்லுது, ഞാനിപ്പം കാരാഗൃഹത്തിൽ താൻ അല്ലെങ്കിൽ ഞാനിപ്പം ജയിലിൽ താൻ, ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല നിങ്ങളോട് சொல்லுது. ഞാൻ എന്നാ சொல்லுது, ഞാൻ നിങ്ങളോട് എൻ്റെ അവസ്ഥ, ഞാനിപ്പോൾ ഏത് കണ്ടീഷനിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് പുടിയാൻ വേണ്ടിത്താൻ ഞാൻ അവസ്ഥയിൽ ഇരിക്കുന്നത് ചൊല്ലുക. അതുകൊണ്ട് ഞാൻ സംതൃപ്തിയാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസമേ ഇല്ല. ഞാൻ ரொம்ப സന്തോഷവാനായിരിക്കുന്നു എന്നാണ് ചൊല്ലുക. അത് അപ്പടി ഇരിക്കാൻ വേണ്ടി ആണ്ടോട് എന്നെ പഠിപ്പിച്ചാച്ചേ അതേപോലെ ഞാൻ പഠിച്ചിരിക്കുക. അതുകൊണ്ട് യാതൊരു കവലയും ഇല്ല എന്ന് ചൊല്ലുക. പിന്നെ അവൻ ചൊല്ലുകയാണ്, പൗലോസ് എന്നെ ചൊല്ലുക, എനിക്ക് ഏത് കണ്ടീഷനിലും എനിക്ക് ജീവിക്കാൻ എനിക്ക് തിരിയും. ഏത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ താഴ്ചയിലാണെങ്കിൽ ഇപ്പം എനിക്ക് ഒന്നുമേ ഇല്ല, അല്ലെങ്കിൽ എല്ലാം നഷ്ടമായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ ജയിൽവാസം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതാണ് താഴ്ച. ആ താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിലിരിക്കും. അതെല്ലാം ഞാൻ വെളിയിലിരുന്ന് ഞാൻ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്താലും എനിക്ക് യാതൊന്നിലും പ്രയാസമില്ല. അതായത് ഞാൻ ജയിലിലിരുന്ന് വേല പണിയാലും അല്ല, ഞാൻ വെളിയിൽ എല്ലാവരുടെയും കൂടെ നിന്ന് ഞാൻ വേല പണിയാലും ഞാൻ അതിൽ എനിക്ക് തിരിയും, അതെനിക്ക് പുടിയും. അത് പുടിയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസമില്ല. ഞാൻ അതിൽ തൃപ്തനായിരിക്കാനും അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് അപ്പടി ആയിരിക്കുമല്ലോ എന്ന് എനിക്ക് യാതൊരു കവലയുമേ ഇല്ല. അത് തന്നെയല്ല, പിന്നെ സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്ക് അറിയാം. താഴ്ചയിലും സമൃദ്ധിയിലും ഇരിപ്പാൻ അറിയാം. വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ടിരിപ്പാനും എല്ലാം ഞാൻ ചെയ്യും. അതായത് വിശന്നിരിപ്പാൻ, അതായത് എനിക്ക് പസിച്ചിരുന്നാലും എനിക്ക് പ്രോബ്ലമില്ല. കാരണം ആണ്ടവർ തരുന്ന കാര്യത്തിൽ ഞാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ എന്നാ ചെയ്യുക, ഞാൻ ரொம்ப സന്തോഷമുള്ളവനായിരിക്കെ. അതുകൊണ്ട് എനിക്ക് യാതൊരു കവലയുമില്ല. അത് ഏതൊക്കെ കണ്ടീഷനില്ല, വിശന്നിരുന്നാലും സമൃദ്ധി, എനിക്ക് ധാരാളമായ ആഹാരം കിടച്ചാലും ഞാൻ പസിന്നിരുന്നാലും എനിക്ക് യാതൊരു കവലയുമേ ഇല്ല. ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം അതല്ല, എനിക്ക് പ്രയാസങ്ങൾ വന്നാലും ഞാൻ സന്തോഷവാനായിരിക്കും. എനിക്ക് യാതൊരു കവലയും ഇല്ല എന്ന് അവൻ ചൊല്ലുക. നമ്മൾ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതിനെ, നിങ്ങൾ എന്നെപ്പറ്റി എല്ലാം വിസാരിച്ച് നിങ്ങൾ ரொம்ப കഷ്ടപ്പെടും. നിങ്ങൾ അതിൽ കവലപ്പെടുകയോ വേണ്ട. കാരണം ഞാൻ എല്ലാ രീതിയിലും ഞാൻ സന്തോഷവാനായിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി അതിനെപ്പറ്റി ഞാൻ വിചാരിപ്പി തുടങ്ങി. അതുമല്ല, നിങ്ങൾ എന്നെപ്പറ്റി വിസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പിടിയുമ്പോൾ എനിക്ക് ரொம்ப സന്തോഷമായിരിക്കും. കാരണം നിങ്ങൾ എന്നെപ്പറ്റി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എന്നെ കൂടെ ജപം പണിയിരിക്കുന്നു, നിങ്ങൾ എന്നെപ്പറ്റി ഓർക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളും എൻ്റെ പോലെ നിങ്ങളും സമൃദ്ധിയിൽ വളരുവാൻ തക്കോണം ആണ്ടവർ ആഗ്രഹിക്കുന്നു. അതുതന്നെ ഞാനും ആഗ്രഹിക്കുന്നു. എന്നാൽ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. അതായത് ഞാൻ ഇപ്പടി എല്ലാമേ ആയിരിക്കുന്നത് ചൊല്ലിയാൽ 13-ാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നത്, ആണ്ടവർ താൻ എന്നെ ശക്തനാക്കുന്നത്.
അതാണ് അതായത് ഞാൻ ഈ അവസ്ഥയിലായാലും ആണ്ടോട് എന്നെ ആക്കുന്നു, എന്നെ ശക്തനാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തലനായ പൗലോസ് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് ആണ്ടോട് ചൊല്ലി. അവന് പ്രയാസം വന്ന് അവനെ എന്നാ ആ ശരീരത്തിലൊരു ശൂലമിരിക്കുക എന്ന് ചൊല്ലിയാച്ച്. എന്നിട്ട് അവൻ ചൊല്ലുക, ആ ശൂലം ഇരുന്നപ്പോഴും ആണ്ട് വരേണ്ടത് എൻ്റെ കൃപ നിനക്ക് മതി. അതായത് നീ അതിലെ കവലപ്പെടുക വേണ്ട, നീ അതിൽ ഭാരപ്പെടുക വേണ്ട. അതുകൊണ്ട് എന്നെ എനിക്ക് 13 എന്നെ ശക്തനാക്കുമ്പോൾ അത് ഞാൻ സകലത്തിനും മതിയാകുന്നു. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന ആര് താൻ? ആണ്ടവരായ യേശുക്രിസ്തു താൻ, അല്ലെങ്കിൽ ആണ്ടവർ താൻ എന്നെ ശക്തനാക്കുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു കവലയുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെപ്പറ്റി ഭാരപ്പെടാതെ എന്ന് ചൊല്ലി. അത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ എല്ലാം വരുമ്പോൾ നിങ്ങൾ കവലപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ വിശ്വാസികളെപ്പറ്റി നമ്മൾ വാസിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ എന്നെ പറ്റിയാച്ച് അവരുടെ വീടും എല്ലാം വിട്ട്, അവരുടെ ഭവനത്തെ എല്ലാം വിട്ട് അവർ പട്ടിണി കിടന്ന് പസിച്ച് കിടന്നുകൊണ്ട് അവർ വേല പണിയാച്ച്. എങ്കിൽ മരത്തിൻ്റെ ചോട്ടിലെത്താൻ അവർ കിടന്നത്, അവിടെ ആരാധന പണിയാച്ച്. കാരണം അവർ ആ അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആരാ ശക്തനാക്കുന്നത്? ആണ്ടവർ ശക്തനാക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് പൊടിഞ്ഞാച്ച്. അതുകൊണ്ട് അവർക്ക് യാതൊരു കവലയും ഇല്ലായിരുന്നു. അവർ വേല പണിയാച്ച്. അതായത് എൻ്റെ പെരിയപ്പ അപ്പടി പോവാന്നുണ്ടെങ്കിൽ ഞാൻ അത് പാത്താച്ച. അത് തന്നെ ഞാൻ നിങ്ങളോട് ചൊല്ലുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നിങ്ങൾ കവലപ്പെടാതെ നിങ്ങളെ ആരാണ് ശക്തനാക്കുന്നത്? ആണ്ടവരായ യേശുക്രിസ്തു താൻ ശക്തനാക്കുന്നത്. അവൻ്റെ പ്രോമിസ്, അവൻ്റെ വാഗ്ദത്വം നമ്മുടെ പക്കത്തിൽ. അവൻ എന്നാ ചൊല്ലിയത്? ഞാൻ മതി നിനക്ക്, നീ കവലപ്പെടുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കെ എന്ന് അവൻ ചൊല്ലിക്കുക. അവൻ്റെ വാക്ക് അതിൽ കവിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലുമേ கிடைக்குமா? നമ്മുടെ ആണ്ടോട് ചൊല്ലുക, ഞാൻ നിന്നെ ശക്തനാക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ കവലപ്പെടുക വേണ്ട, നീ യാതൊരു രീതിയിലും ഭാരപ്പെടുക വേണ്ട. നിനക്ക് പ്രയാസം എന്തോ വന്നാലും നിനക്ക് പെരിയ പ്രതിഫലം സ്വർഗത്തിൽ വെച്ചിരിക്കേ. നിനക്ക് എന്നായിരിക്കും? பெரிய பிரதிபலம் சொர்க்கத்தில் வச்சிருக்கீங்க. കാരണം ആണ്ടവർ നമുക്ക് பெரிய പ്രതിഫലം. ഇത് ശരിதான். ഈ ലോകത്തിലെ വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്ന സമയത്തിലേക്ക് താനാവും. നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷേ നമ്മൾ ആണ്ടവരോട് കൂടെ നമ്മൾ വാസം பண்ணுമ്പോൾ യുഗാനുയുഗം, അതായത് നമുക്ക് നമ്മുടെ ജീവാന്ത്യം നമുക്ക് கிடைக்காது. ആ സമയം എല്ലാം നമ്മൾ ആണ്ടോടെ വാഴുമ്പോൾ നമുക്ക് ഇതെല്ലാമേ നമ്മൾ പാക്കുമ്പോൾ നമുക്കൊന്നുമില്ല. അപ്പം ഒരു ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിന് എന്നാ ചൊല്ലുക, നമുക്ക് ആരെങ്കിലും നമ്മളെ ഇപ്പടി വിചാരിക്കുക, നമ്മുടെ അമ്മയപ്പന്മാർ നമ്മളെ അടിക്കുമ്പോൾ നമുക്ക് പെരിയ വലി ഉണ്ടായിരിക്കുക, പെരിയ വലി. അന്നേരം ആ വലി എത്ര നേരത്തേക്ക് കാണും? ചിന്ന നേരം, ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ വലിയ പോയിക്കും. പിന്നെ നമുക്ക് പൊടിയാതെ പിന്നെയും നമ്മൾ പഴയ പോലെ നമ്മുടെ പാസങ്ങളെ നമ്മുടെ മക്കളെ പാക്കുമ്പോൾ നമുക്ക് പിന്നെ അവർ നോർമലായി പോയി. അതേപോലെ തന്നെ ആണ്ടവർ എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ തരുമ്പോൾ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തന്നിടും. അല്ലെങ്കിൽ എന്നെ സമൃദ്ധിയാക്കുന്ന ആരാണ്? ആണ്ടവർ താൻ. അവൻ എന്നെ ശക്തനാക്കുന്നവൻ ആരാണ്? ആണ്ടവർ. അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. അതുകൊണ്ട് അവൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ സകലത്തിനും മതിയായിരിക്കുന്നു എന്ന് അവൻ ചൊല്ലുകയാണ്. എന്നാൽ 14-ാം വാക്യത്തിൽ നമ്മുടെ ഇന്നത്തെ വാക്യത്തിൽ നിന്ന് ഭാഗം, എങ്കിലും എൻ്റെ കഷ്ടത്തിൽ നിങ്ങൾ കൂട്ടായ്മ ഞാൻ ഇന്ന് നമ്മൾ പഠിച്ച 13-ാം വാക്യം தான் നമ്മൾ പഠിച്ചത്. അന്നേരം ഇங்கே അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്, ഞാൻ ഏത് സാഹചര്യത്തിലും ഏത് രീതിയിലും എനിക്ക് യാതൊരു കവലയുമില്ല. എന്നാൽ നമുക്ക് ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളും വാസിക്കുമ്പോൾ, അവൻ്റെ പുസ്തകങ്ങൾ വാസിക്കുമ്പോൾ അവൻ നമ്മളെ അവൻ്റെ വചനത്താൽ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. നമുക്കതുകൊണ്ട് കവല വരാതെ, അല്ലെങ്കിൽ ദുഃഖം വരാതെ, അല്ലെങ്കിൽ നമുക്ക് പ്രയാസം கிடைக்காது. എന്തുകൊണ്ട്? അവൻ ആ രീതിയിൽ പോയാച്ച്
കാരണം അവന് നമ്മൾ പോകുന്ന രീതിയിൽ അവൻ പോയച്ചു. അത് ആണ്ടവരായ യേശു ക്രിസ്തുവിനെ പറ്റി തന്നെ ചൊല്ലുന്നത് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വാസിക്കുന്നു, നമ്മോടൊപ്പം കഷ്ടം സഹിച്ചവനായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ നമ്മുടെ അതേ രീതിയിൽ തന്നെ പോയ യേശു ക്രിസ്തു. അതായത് ആണ്ടവരായ യേശു ക്രിസ്തുക്ക് പൊടിയും ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എപ്പോഴും അവൻ ഇതിലേക്കൂടെ തന്നെ അവൻ ഒരു മഹാപുരോഹിതനായിരിക്കെ അവൻ നമുക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി, പിതാവായ ദൈവത്തോട് വാദിക്കാൻ വേണ്ടി അവൻ എപ്പോഴുമേ സന്നദ്ധനാണ്. അത് മാത്രമല്ല വചനത്തിൽ சொல்றது, നിനക്ക് തരുന്ന പ്രയാസങ്ങൾ, നിനക്ക് തരുന്ന കഷ്ടപ്പാടുകൾ, നിനക്ക് തരുന്ന ദുഃഖങ്ങൾ, അതായത് നിനക്ക് തരുന്ന പസിയെ ദാഹം, ഇതെല്ലാം അതിൽ സമൃദ്ധിയാക്കി തരുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ഒപ്പമുണ്ട്. നമുക്ക് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മുടെ മക്കളെ പറ്റി തന്നെ എഴുതുക. നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രയാസങ്ങളെല്ലാം അവർക്ക് തിരിയും. അതായത് നമ്മുടെ വീട്ടിൽ ചിലപ്പം ഒന്നുമേ ഇല്ലായിരിക്കും, എന്നാലും എല്ലാ കാര്യത്തിനും അപ്പായും അമ്മായും കൂടെ നിന്ന് നമ്മളെ എല്ലാമേ കാപ്പാക്കും, അല്ലയോ? അപ്പം അപ്പായും അമ്മായും നമ്മളെ കാപ്പാക്കുമ്പോൾ ആണ്ടവർ നമ്മളെത്ര കാപ്പാക്കും നമ്മളൊന്ന് വിചാരിച്ചു. ആണ്ടവരായ തകപ്പനായ ആണ്ടവർ നമ്മളെ എത്രമാത്രം കാപ്പാക്കും. അവൻ താൻ നമ്മളെ ഉണ്ടാക്കിയത്, അവൻ താൻ നമ്മളെ സൃഷ്ടിച്ചത്, അവൻ്റെ സ്വന്തം കൈ കൊണ്ട് അവനെ സൃഷ്ടിച്ച മനുഷ്യൻ താൻ നാം, അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചവൻ താൻ. അതായത് എല്ലാ രീതിയിലും അവനെ എല്ലാ കാര്യങ്ങളും പിടി. നമുക്ക് ഇന്ന് വൈദ്യശാസ്ത്രം, അല്ലെങ്കിൽ ഇന്ന് ഡോക്ടർ, അല്ലെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും പിടി. പക്ഷേ എന്നാൽ ഇനിയും എത്രയോ കാര്യങ്ങളിലേക്ക് നമുക്ക് ആ ഡോക്ടർമാർക്ക് പിടിയാത്തത്. എന്നാൽ ആണ്ടവർ അവൻ താൻ മെനഞ്ഞത് നമ്മുടെ ഓരോ അണു, അല്ലെങ്കിൽ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ആര് താൻ പണിത്? ആണ്ടവർ താൻ. ആണ്ടവർക്ക് തിരിയും. നമുക്ക് എന്നാ പ്രോബ്ലം ഉണ്ടെന്ന് ആണ്ടവർക്ക് തിരിയും. അവന് പൊടിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന് കവല? നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കി. കാരണം അവൻ നമ്മളെ ഉണ്ടാക്കി, അവൻ നമുക്ക് ദുഃഖത്തിൽ കൂടെ പോകാൻ വരും. അതുകൊണ്ട് തന്നെ ആണ്ടവരായ യേശു ക്രിസ്തു നമ്മൾ ചൊല്ലുന്നത്, നിങ്ങൾ അപ്പൻ ചോദിച്ചാൽ നിങ്ങളുടെ തകപ്പനാൽ നിങ്ങൾക്ക് പാമ്പിനെ തരുമോ? അല്ലെങ്കിൽ നിങ്ങൾ അപ്പൻ ചോദിച്ചാൽ നിങ്ങൾക്ക് തകപ്പനായ നിങ്ങൾക്ക് കല്ല് തരുമോ? അല്ലെങ്കിൽ നിങ്ങൾ മീൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പാമ്പിനെ തരുമോ? എന്നാൽ നിങ്ങൾ തകപ്പനായ ആണ്ടവർ, നിങ്ങളെ സൃഷ്ടിച്ചവൻ, അവനെയെല്ലാം പൊടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയേ. അവൻ നമ്മുടെ ആവശ്യങ്ങൾ അവൻ സമൃദ്ധിയായി തരുന്നു. അവനിൽ നമ്മൾ ശക്തനായിരിക്കുന്നു. എന്നെ ശക്തനാവാൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നിനുമേ കവലയില്ല, എല്ലാം എനിക്ക് പോതും. അതിൽ കവിഞ്ഞ് എനിക്കൊന്നുമേ വേണ്ട. കാരണം ആണ്ടവർ എല്ലാം എനിക്ക് നൽകിയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആണ്ടവരെ നമുക്ക് നോക്കി അവനെ നമ്പി നമുക്ക് പാർக்கலாம். എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടവർ നമുക്ക് വചനത്താൽ നമുക്ക് ബലപ്പെടുത്തുമാറാകട്ടെ. അവൻ ശക്തനാക്കുന്നവൻ, അവൻ ഒരു കാര്യമേ പ്രയാസമില്ല. അവൻ എല്ലാ കാര്യവും അവന് പിടിയും. അവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് ആണ്ടവരുടെ നാമമായി തുപ്പമാറാകട്ടെ. ആമേൻ.